സഹൃദയരെ, ചാത്രാടൻ തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങുന്ന കടുവ. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ? അവനല്ലേ ദുഷ്യന്തൻ. മഹർഷേ, എന്തേ പോലെ? അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? എന്താണ് എന്റെ പേര്? കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മിണിക്കുട്ടി, കൂടെ ഒരു ആട്ടിൻകുട്ടി. ഞാൻ പറയില്ല. പോണോ പോണ്ടേ? കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചോ. ഈ ഇടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇവറ്റേക്ക് നാം. എടാ 4 സൈഡിൽ കൂടി ആയിരിക്കും കൂട്ടടി വരിക. കാര്യം പറയടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവയാനിയും തമ്മിൽ കടുത്ത പ്രേമം. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിനാണല്ലേ, ഞാൻ മയക്കിത്തരാം. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫ്ലാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ, ബട്ട്ലർ, അവനാളത്ര ശരിയല്ല. നീ ഇങ്ങനെ ചൂടാവല്ലേ? ഗബ്രി നിന്റെ ആങ്ങളെയാണ് എന്ന് മുമ്പേ പറഞ്ഞു. എനിക്ക് ഒരു പ്രശ്നമില്ല. നീ കെട്ടിയിരിക്കുന്ന സുനാമിയാടാ, സുനാമി. നിങ്ങൾ എന്തിനാ അവളുടെ വേട്ടയ്ക്ക്? കാരണം എനിക്കാണ് ഇവളോട് താല്പര്യമെങ്കിലോ. നാളെ രാവിലെ എന്റെ പല്ലും എല്ലും മുടിയും മാത്രമാണ് ജയിലുണ്ടാവുള്ളൂ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. എന്നെ അഴിച്ചുവിടൂ, രക്ഷിക്കണേ. അവളെ അവൻ പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലു മനുഷ്യ. ഇത്തരം കാര്യങ്ങൾ ആണുങ്ങൾ ഇടപെടുന്ന നല്ലത്. ഒരു സ്ത്രീയുടെ കൂടെ ഈ മുറിയിൽ ഒരു രാത്രി പങ്കിട്ടാൽ എന്റെ ചരിത്രത്രാത്യം, അതും ഈ വൃത്തിയായിട്ടവളുടെ കൂടെ. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് വേറെ വേറെ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജയില് മാങ്ങാത്തൊലി. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? ജയിലിൽ പോയി കിടന്നതിന് സൂക്കട് നീ എവിടെ എന്റെ അടുത്ത് കാണിക്കണ്ട. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. ഈ ധൂമകേതു കാരണം, ഈ യക്ഷി കാരണം. ജാസ്മിന്റെ കണക്ക് പറഞ്ഞ എന്റെ അടുത്ത് വല്ലാഞ്ചുവാ. എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിണ്ടാണ്ട് കേൾക്കുന്നു. എന്റെ ഒരു ആർശ്യമില്ലേ? മടക്കി ഒതുക്കി പോക്കറ്റിൽ വെച്ചോ. ചീത്തയായാൽ ഞാൻ മഹാചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ഫൈറ്റ് വേണ്ട. ഇയാളെ എന്തിനാ കെട്ടിയെടുത്തേ? സ്വന്തമായിട്ട് അഭിപ്രായം ആദ്യം കാണിക്കും. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. റോക്കി പറയുന്ന ഇവര് ഒരുമിച്ചാണ് കളിക്കുന്നത് അല്ലേ? രണ്ടുപേർ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഋഷി എന്താണ് മോനെ? ജാസ്മിന് വേണ്ടിട്ട് ഗബ്രി സംസാരിക്കുന്നു, ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കണം. വേറെ ആർക്കും വേണ്ടി അവർ സംസാരിക്കുന്നില്ല, വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. രണ്ടുപേരും തമ്മിലൊരു വൈബ് ഉണ്ട്. അത് എന്ന് വെച്ചാല് ചതി, വഞ്ചന, നിലപാടില്ലായ്മ. ജാസ്മിൻ വന്നിട്ട് നിങ്ങളുടെ ഒരു ഷേക്ക് ഹാൻഡ് സോറി ഒക്കെ പറഞ്ഞപ്പോൾ അക്സെപ്റ്റ്. അയ്യോ സാർ, എനിക്ക് പേടിയാണ് സാർ. ഭയങ്കരമായ ആള്. ജാസ്മിൻ, മൈക്ക് ശരിയായി ധരിക്കൂ. നിന്നെ കൊണ്ട് മാത്രം ഇത് എങ്ങനെ സാധിക്കുന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ബിഗ് ബോസിന് നിന്നോടെന്തോ പ്രത്യേക സ്നേഹമുണ്ട് ജാസ്മിൻ. ഏറെക്കുറെ. എന്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ. നിനക്ക് ഇവളോട് എന്താണെന്നുള്ളത് ക്ലാരിറ്റി ഇല്ല. അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. എനിക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്ക് ഇവളോട് സ്നേഹമുണ്ട്. എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. വീണ്ടും മോഞ്ചി. ഇവിടെ ഉള്ളവർ കാണുന്നത് ഫിസിക്കൽ ടച്ച് ആയിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് ഫിസിക്കൽ ടച്ച് അല്ല അവർ പ്രണയത്തിലോട്ട് കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കൽ ടച്ചിലേ അല്ല പ്രണയം കാണിക്കുന്നത്, ഞങ്ങളുടെ മുഖത്താണ്.
ഈ വീട്ടില് 18 പേര് ഒരുമിച്ച് നിന്നാലും എന്റെ രോമത്തിൽ തൊടില്ല. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഞാൻ പുറത്ത് എങ്ങനെയാണോ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയാണോ, എനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ, അതിൽ കൂടുതൽ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ ഇവളുടെ കൂടെ കയറി കിടക്കാനോ ഞാൻ നിന്നിട്ടില്ല. മ്ലേച്ഛകരമായിട്ടോ 18+ ആയിട്ടോ അല്ലെങ്കിൽ പോട്ടെ ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ ചെയ്യുന്ന ഒരു കാര്യവും ഫിസിക്കലി ഞാൻ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. ഇനി നിന്നോട് ഞാൻ ഇതിനെ പറ്റി ചോദിക്കുകയില്ല. ഇതെന്റെ ലാസ്റ്റ് വാക്കാണ്. നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ.